എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സ് തന്നെയാണ്. ഒരിക്കലും ഒരു നെറ്റ് കിട്ടി അല്ലെങ്കിൽ JRF കിട്ടി അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ല. ടീച്ചർ ഷുഡ് ബി എ ലൈഫ് ലോങ് ലേണർ ഓൾസോ. എക്സാം ക്ലിയർ ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്ത സ്ട്രാറ്റജി കിരൺ സാറ് ഇൻട്രൊഡ്യൂസ് ഒരു മെത്തേഡാണ് ആ റിവേഴ്സ് ലേണിംഗ് എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും ടോപ്പിക് പഠിക്കും, കോൺസെപ്റ്റ് പഠിക്കും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കിരൺ സാർ ഇവിടെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രം ദ ബാക്ക്വേർഡ്. നമുക്കൊരു കാര്യം കിട്ടിയില്ല, ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ കൂടുതൽ കെയർഫുള്ളി അനലൈസ് ചെയ്യുമ്പോൾ കുറേ ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാവും. അപ്പൊ എവിടെയൊക്കെയാണ് നമുക്ക് ഒരു ഡ്രോബാക്ക് പറ്റിയത്, എവിടെയൊക്കെയാണ് വീഴ്ച പറ്റിയത്. നല്ല രീതിയിൽ അത് കോൺസെപ്റ്റ്സ് ഫെമിലിയർ ആവുക, ദെൻ അതിൽ കൂടുതൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, അതാണ് കാര്യം. കിരൺ സാർ എപ്പോഴും പറഞ്ഞ പോലെ ബി ഇൻ ദ പ്രോസസ്, പ്രോസസ് ഇസ് ദ കീ. നമ്മൾ ആ പ്രോസസ്സിൽ നമ്മൾ വൺസ് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മൾ നാച്ചുറലി നമ്മൾ അതിന്റെ ഔട്ട്കം ആയിട്ട് നമ്മൾ തിരിച്ച് വരത്തുള്ളൂ. അറ്റ് ടൈംസ് നമ്മൾ ഡിമോട്ടിവേറ്റ് ആയി പോകും. എസ്പെഷ്യലി ഇത് വളരെ ഒരുപാട് നമ്മളൊരു എഫേർട്ടും ഹാർഡ് വർക്കും ആ ഒരു പെർസിവിയറൻസ് നമുക്ക് ആവശ്യമുള്ളൊരു പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് അറ്റ് ടൈംസ് നമുക്ക് ആ ഒരു സ്പിരിറ്റ് നമുക്ക് ചില സമയത്ത് ലാക്ക് ആയി പോകും. അപ്പൊ ആ സമയത്ത് ഇവിടുത്തെ മെന്റേഴ്സിന്റെ വേർഡ്സ്, ആ ഇൻസ്പിറേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അവിടുത്തെ ഹൈലൈറ്റ് എടുത്ത നോട്ട്സ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടുത്തെ എല്ലാം നോട്ട്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഒരു ടോപ്പിക്കായി ബന്ധപ്പെട്ട ഒരു UGC നെറ്റ് JRF ആസ്പിറന്റിന് ആവശ്യമായ എൻറ്റയർ കാര്യങ്ങളും ഇവിടുത്തെ നോട്ട്സിന് നമുക്ക് ലഭ്യമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പഠിച്ചൊരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്, അധികസ്യ അധികം ഫലം. ഒരു അധികമായിട്ടുള്ള ഒരു മോർ എഫേർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള മോർ റിസൾട്ട് നമുക്ക് കിട്ടും. Hi all, welcome to another episode of Appleby Academy's Testimonial Series. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത് ഹരികൃഷ്ണനാണ്. ഹരി ട്രിവാൻഡ്രത്ത് നിന്ന് വന്നതാണ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഹരി, താങ്ക് യു സോ മച്ച്. ട്രിവാൻഡ്രത്ത് നിന്നും ഇവിടെ വരെ വന്ന് നമ്മുടെ കൂടെ ഈ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ഹരി നമ്മുടെ ക്ലാസ് റൂം സ്റ്റുഡൻ്റ് ആണ്. കൊമേഴ്സ് ആണ് ഹരിയുടെ സബ്ജക്റ്റ്. 2023 ജൂൺ ടേമിലെ എക്സാമിനേഷൻ ഹരി ക്വാളിഫൈ ചെയ്തു. ഹരി നെറ്റ് ഹോൾഡർ ആണ്. പക്ഷെ JRFലേക്ക് ജസ്റ്റ് ഒരു മിസ്സിലാണ് അത് പോയത്. അത് കുഴപ്പമില്ല, നമ്മളത് ഇത്തവണ ശരിയാക്കും. ഹരി തുടർന്നും പഠിക്കാൻ പോവാണ്. പഠിച്ച് JRF വാങ്ങും. എന്നിട്ട് നമ്മൾ ഇതേ ഫ്ലോറിൽ വന്ന് JRFന്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യും അല്ലേ? അപ്പോൾ അതിലാണ് നമ്മളും കോൺഫിഡൻ്റ് ആണ്, ഹരിയും കോൺഫിഡൻ്റ് ആണ്. നമുക്ക് ആദ്യം ഹരിയുടെ നെറ്റ് ജേർണി എങ്ങനെയുണ്ടെന്ന് കേൾക്കാം. എന്നിട്ട് JRF പ്രിപ്പറേഷൻസിൻ്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. ഓക്കെ ഹരി, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഹരി ട്രിവാൻഡ്രം ആണ്. ഓക്കെ, നമ്മൾ പാലായിലാണ്. ട്രിവാൻഡ്രത്തുള്ള ഹരി പാലായിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞങ്ങളിലേക്ക് എങ്ങനെയാണ് വന്നത്? അതെ, ഇവിടുത്തെ ഒരു ഫോമേഴ്സ് ഉണ്ട്, ദേവിക ശ്രീറാം, എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പൊ ദേവിക പറഞ്ഞറിഞ്ഞാണ് ഞാൻ അക്കാഡമി അറിയുന്നത്. അങ്ങനെയാണ് ഇവിടെ വരാൻ വേണ്ടി ഞാൻ ഡിസൈഡ് ചെയ്തത്. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന സ്റ്റുഡൻസും അങ്ങനെ തന്നെയാണ്. റെഫറൻസ് ആണ്. നമ്മുടെ ഇവിടെ പഠിച്ച കുട്ടികൾ, ക്വാളിഫൈ ആയ കുട്ടികൾ, നമ്മുടെ കൂടെ ഈ ജേർണിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവരുടെ ഫ്രണ്ട്സിനെയും ജൂനിയേഴ്സിനെയും ഒക്കെ റെക്കമെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വിടുന്നത്. അപ്പം നമുക്കത് ഭയങ്കര സന്തോഷമാണ് അല്ലേ? നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, അവർ നമ്മുടെ കൂടെ ഈ ജേർണിയിലുണ്ടായി, അവർക്ക് നമ്മുടെ ഈ ജേർണി ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ്, അവർക്ക് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നിയിട്ടാണ് അവരുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്കത് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഹരിയുടെ കാര്യം. ഹരി PG കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വന്നതല്ല, 2 വർഷം B.Ed ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? ഇപ്പം PG കഴിഞ്ഞിട്ട് വരുന്ന ഒരാളും B.Ed കഴിഞ്ഞ് വരുന്ന ഒരാളും, അപ്പം അത് ഹരിക്ക് ഇപ്പം ആ ഡിഫറൻസ് നന്നായിട്ട് അറിയാമായിരിക്കും. എന്താണ് ഡിഫറൻസ്? പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ B.Ed ഫുള്ളി പുതിയ സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഫിലോസഫി ആയിക്കോട്ടെ, ടെക്നോളജി, എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ കൊമേഴ്സ് എന്ന സബ്ജക്റ്റുമായിട്ട് നമ്മൾ ഒരുപാട് അകന്നു പോകും. ആ സബ്ജക്റ്റിനകത്തുള്ള കോർ കോൺസെപ്റ്റ്സുമായിട്ട് വല്ലാത്തൊരു ഗ്യാപ്പ് വരും. അപ്പോൾ അത് പിന്നെ മേക്കപ്പ് ചെയ്യുക, ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യുക, അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെനിക്ക് ഇവിടുത്തെ ആ ഒരു കോച്ചിങ് വലിയ സഹായമായിരുന്നു. ഹരി ഇപ്പൊ പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണ്. ഇപ്പൊ നമ്മളോടും വിളിച്ച് അഡ്വൈസ് ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് നെറ്റ് പോലൊരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു ഒബ്ജക്റ്റീവ് ഫോർമാറ്റിലൊരു എക്സാം, അതാണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഒന്നുകിൽ PG ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ PG കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വരിക. പക്ഷെ പലരും അത് കേൾക്കില്ല, കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും വരിക. പക്ഷെ ഹരി പറയുന്നത് ഗ്യാപ്പ് ഇല്ലാതെ വരുന്നതാണ് നമുക്ക് കുറച്ചും കൂടി ഈ ഗോളിലേക്ക് എത്താൻ ഈസി ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫിൽ ചെയ്തെടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ട് വരും.
ഹരി അപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ വരുന്നത് 2022 നവംബറിലാണ്. നവംബറിൽ വന്നു, അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി വന്ന എക്സാം ഡിസംബർ 2022. പക്ഷെ അത് നടന്നത് ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയിട്ടാണ്. പക്ഷെ ആ ടേമിൽ ഹരിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതും പക്ഷെ ഒരു ഒത്തിരി ഡിഫറൻസിലല്ല അത് പോയത്, വളരെ ചെറിയൊരു പെർസെൻറ്റേജിലാണ് ആ ഡിഫറൻസ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പക്ഷെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഹരിയത്താണ് ക്വാളിഫൈഡ് ആകും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് മാർജിനലി അത് ഡിസ്ക്വാളിഫൈഡ് ആയി. പക്ഷെ ഹരി ആ ഒരു ഇത് മൈൻഡ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു വന്നു. അപ്പം ആദ്യം ഒന്ന് ഡീമോട്ടിവേറ്റ് ആയോ? ഞങ്ങൾക്കത് ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും ഹരിയുടെ മനസ്സിലൊരു ചെറിയ ഡീമോട്ടിവേഷൻ തോന്നിയോ? ഡെഫിനറ്റ്ലി അങ്ങ് വരുമല്ലോ, നാച്ചുറലി വരുമല്ലോ. കാരണം നമ്മൾ അത്രയും ഒരു എഫേർട്ട് എടുക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ കോൺസെപ്റ്റെല്ലാം പഠിച്ചെടുക്കുന്നു, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഡിസേർട്ടൻ്റ് ആകുമല്ലോ. പക്ഷെ അതിൽ തന്നെ ഉറച്ചു നിൽക്കാതെ ആ ഒരു കിട്ടാതെ പോയ റിസൾട്ട് അതിൽ മാത്രം ഉറച്ചു നിൽക്കാതെ വാട്ട്സ് ദ നെക്സ്റ്റ്, അതിലേക്ക് മൂവ് ചെയ്യുക, നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുക, അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം ഇപ്പൊ ജൂൺ 2023 ക്വാളിഫൈഡ് ആയി. അപ്പം ഡിസംബർ 22 ക്വാളിഫൈഡ് ആയില്ല. അപ്പൊ ഇത് ജൂൺ 23 ക്വാളിഫൈ ചെയ്ത ഉറപ്പായിട്ടും ഒരു കുറച്ച് നാളത്തെ കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ്. എന്നാൽ പോലും ഡിസംബർ 22 ക്വാളിഫൈഡ് ആകാത്ത എക്സാമും ഇത് ക്വാളിഫൈഡ് ആയ എക്സാമും തമ്മിൽ ഹരിയുടെ പ്രിപ്പറേഷൻസിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുത്തിയായിരുന്നോ? തീർച്ചയായിട്ടും മിസ്. കാരണം അവിടെ ആ ഒരു നമുക്കൊരു കാര്യം കിട്ടിയില്ല, ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ കൂടുതൽ കെയർഫുള്ളി അനലൈസ് ചെയ്യുമ്പോൾ കുറേ ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാവും. അപ്പൊ എവിടെയൊക്കെയാണ് നമുക്ക് ആ ഒരു ഡ്രോബാക്ക് പറ്റിയത്, എവിടെയൊക്കെയാണ് വീഴ്ച പറ്റിയത്, അപ്പൊ അത് തിരിച്ചറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്യുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട. എന്തൊക്കെയായിരുന്നു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്? പ്രധാനപ്പെട്ടത് ആ ഒരു കോൺസെപ്റ്റ്സുമായിട്ടൊന്ന് ഫെമിലിയർ ആവാൻ പറ്റാതെ പോയത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതായിരുന്നു. അപ്പം ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര വളരെ ബൃഹത്തായൊരു 10+10-20 മൊഡ്യൂൾസ് ആണ് പേപ്പർ 1 2 ചേർത്തിട്ട്. അപ്പൊ അത്രയും പോർഷൻസ് കവർ ചെയ്യുകയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ആ കോൺസെപ്റ്റ്സുമായിട്ട് ഫെമിലിയർ ആവുക. അപ്പൊ ആ കോൺസെപ്റ്റ്സ് കവർ ചെയ്ത് തീർക്കാനുള്ള ആ ഒരു പ്രയാസമായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ. അതെ മിസ്, ആ ഒരു ടൈം കൺസ്ട്രെയിൻ ഭയങ്കരമായിരുന്നു. ഇപ്പൊ സെക്കൻഡ് ജൂൺ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നമായില്ല. കാരണം ഞാൻ ആദ്യമേ തന്നെ ഒരു നല്ല രീതിയിലൊരു പോർഷൻസ് ടൈം അലോട്ട് ചെയ്ത് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പോർഷൻസ് കവർ ചെയ്യുക, കോൺസെപ്റ്റ്സ് കവർ ചെയ്യുക, അതായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. അപ്പൊ ആദ്യം കോൺസെപ്റ്റ്സുമായിട്ട് എല്ലാം ഫെമിലിയർ ആവുക, ദെൻ അതിൽ ബിൽഡപ്പ് ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അതൊക്കെയായിരുന്നു. ഈ ഇപ്പൊ ഹരി പറഞ്ഞതിൽ കുറെ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഈ എക്സാം എന്ന് പറഞ്ഞാല് വളരെ ചെറിയൊരു സിലബസ് അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. പേപ്പർ 2 ഉണ്ട്, നല്ലപോലെ ഉണ്ട്. പേപ്പർ 1 നമുക്കൊരു പുതിയ സബ്ജക്റ്റാണ്, അതും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. നമ്മളൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്ലസ് പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ചെയ്യണം, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊരു ചെറിയ സമയം പോരാ, അതാണ് ഹരി പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ടൈം അലോട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, അല്ലേ? ഒരു ഫുൾ ടൈം ഡെഡിക്കേഷൻ കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഹരി പറഞ്ഞതിൽ ഞാൻ വേറൊരു കാര്യം ഓർക്കുകയാണ്. നമുക്കിവിടെ പലതരത്തിലുള്ള എൻക്വയറീസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ കുട്ടികളോട് നമ്മൾ ചോദിക്കും, നിങ്ങൾ ഈ വരുന്ന എക്സാം എഴുതുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും എഴുതുന്നില്ല, പഠിച്ചിട്ടേ എഴുതുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവരോട് പറയാം അങ്ങനെയല്ല, ജസ്റ്റ് എഴുതി നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതെന്താണ്. പക്ഷെ അത് കുറേ ആൾക്കാരാണെങ്കിലും വിചാരിക്കും ഇല്ല ഞാൻ പഠിച്ചിട്ടേ എഴുതുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പലപ്പോഴും അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. കുറച്ച് പേർക്ക് മനസ്സിലാവും, പക്ഷെ കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അവർ നിൽക്കും ഞാൻ പഠിച്ചിട്ടേ എഴുതുമെന്ന്. അപ്പോൾ ഹരി എന്താ പറയുന്നത്, അങ്ങനെ പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം ആണോ അതോ ഒരു ട്രയലെങ്കിലും കൊടുക്കേണ്ട ഒരു എക്സാം ആണോ ഇത്? പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി എക്സാം പോലെ കൺസിഡർ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. ഒരു യൂണിവേഴ്സിറ്റി എക്സാം നമുക്ക് ജസ്റ്റ് കുറേ പോർഷൻസ് മഗ്ഗപ്പ് ചെയ്യുക, അല്ലെ? ഡ്രൈ ആയിട്ട് കുറേ ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് മഗ്ഗപ്പ് ചെയ്ത് ഒരു റോട്ട് ലേണിംഗ്. പക്ഷേ ഇതുപോലെ UGC നെറ്റ് NTA നെറ്റ് പോലെ ഒരു നാഷണൽ എക്സാം അത് വർക്കൗട്ട് ആകുകയില്ല. നമ്മൾ നല്ല രീതിയിൽ അത് കോൺസെപ്റ്റ്സ് ഫെമിലിയർ ആവുക, മഗ്ഗപ്പിനെക്കാളും നല്ലത് നമ്മൾ ഫെമിലിയർ ആവുക. അറ്റ്ലീസ്റ്റ് ഒരു റൗണ്ട് 2 റൗണ്ടെങ്കിലും ഫുൾ എൻ്റയർ കോൺസെപ്റ്റ്സ് ഫെമിലിയർ ആയിട്ടൊന്ന് വായിച്ച് പോവുക. ദെൻ അതിൽ കൂടുതൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക, അതാണ് കാര്യം. വർക്കൗട്ട് ചെയ്യുക. അതുപോലെ ആ പ്രോസസ്, കിരൺ സാർ എപ്പോഴും പറഞ്ഞ പോലെ ബി ഇൻ ദ പ്രോസസ് ഇസ് ദ കീ. ആ പ്രോസസ്സിൽ നമ്മൾ വൺസ് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മൾ നാച്ചുറലി നമ്മൾ അതിന്റെ ഔട്ട്കം ആയിട്ട് നമ്മൾ തിരിച്ച് വരത്തുള്ളൂ. പ്രോസസ്സാണ് പ്രധാനം. ഹരിയാണെങ്കിൽ പോലും ഒരു തവണ ക്വാളിഫൈ ആകാൻ പറ്റാഞ്ഞപ്പോൾ ഈ പ്രോസസ്സിൽ നിന്ന് പുറത്തു പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ അടുത്ത റിസൾട്ടിലേക്ക് എത്തത്തില്ലായിരുന്നു. അത് തന്നെയാണ് നമ്മളും പറയാൻ ശ്രമിക്കുന്നത്. കിരൺ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം അതാണ്, നമ്മൾ ഇതിൽ നമ്മുടെ എയിം ഇതാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെറിയൊരു എക്സാം അല്ല, നമുക്ക് വളരെ ചെന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാവുന്ന ഒരു എക്സാമേ അല്ല. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ടൈം കൊടുത്താൽ മാത്രം ജയിക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ടൈം കൊടുത്താൽ ഉറപ്പായിട്ടും അത് നെറ്റിലേക്ക് വളരെ പെട്ടെന്ന് JRF നമുക്ക് എത്താനായിട്ട്
പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹരി ഇവിടെ നമ്മുടെ കൂടെ കുറച്ചൊരു 6 monthsോളം ഉണ്ടായിരുന്നു. അപ്പം ഈ 6 monthsൽ ആപ്പിൾ ബി ഹരിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നാ തോന്നുന്നത്? ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. അപ്പം എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്നാ തോന്നുന്നത്? പോസിറ്റീവ്ലി എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്നാ ഹരിക്ക് തോന്നുന്നത്? ഇവിടുത്തെ കോച്ചിങ് അതൊരു അസാധ്യമായ കോച്ചിങ് തന്നെയാണ് കേട്ടോ. ഇപ്പം പ്രത്യേകിച്ച് വ്യൂവേഴ്സിന് എന്തെങ്കിലും പറയാനുള്ളത്, ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇത്രയും വർഷം ഇറ്റ് വാസ് മൈ 5th attempt, 5ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല ഇത് ഞാൻ ക്ലിയർ ചെയ്യും എന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. അപ്പം അങ്ങനെ ഒരു ഏതാണ്ട് ഓൾമോസ്റ്റ് ഡിസ്ഹാർട്ടൻഡ് ആയ സ്റ്റേറ്റിലാണ് ഇങ്ങോട്ട് ഞാൻ വരുന്നത് തന്നെ. പക്ഷേ ആ ഒരു ലെവലിൽ നിന്ന് തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അപ്പം അതിന് ഇവിടുത്തെ ഒരു കോച്ചിങ്, ഇവിടുത്തെ മെന്റേഴ്സിന്റെ സപ്പോർട്ട്, കോച്ചിങ്, അതെല്ലാം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾ റൗണ്ട് ഹെൽപ്പായിരുന്നു എനിക്ക് എല്ലാവരും. ഇപ്പൊ ലേണിംഗിൽ മാത്രമല്ല, അല്ലാതെ ആ പോർഷൻസ് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക, ദെൻ മോക്ക് ടെസ്റ്റ്, ഒരുപാട് കാര്യങ്ങൾ എന്നെ ഇവിടുത്തെ കോച്ചിങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അറ്റ് ടൈംസ് നമ്മൾ ഡിമോട്ടിവേറ്റ് ആയി പോകും. എസ്പെഷ്യലി ഇത് വളരെ ഒരുപാട് നമ്മളൊരു എഫേർട്ടും ഹാർഡ് വർക്കും ആ ഒരു പെർസിവിയറൻസ് നമുക്ക് ആവശ്യമുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അറ്റ് ടൈംസ് നമുക്ക് ആ ഒരു സ്പിരിറ്റ് നമുക്ക് ചില സമയത്ത് ലാക്കായി പോകും. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ മെന്റേഴ്സിന്റെ വേർഡ്സ്, ആ ഇൻസ്പിറേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എസ്പെഷ്യലി കിരൺ സാറിന്റെയും സ്വാതി മിസ്സിന്റെയും ബ്ലെസ്സി മിസ്സിന്റെ ഒക്കെ ആ ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും സപ്പോർട്ടും അത് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹരി പറഞ്ഞു ഹരിയുടെ 5th attempt ആണ് ക്വാളിഫൈ ആകുന്നത്. 4th attempt തൊട്ട് ഹരി ഇവിടെ ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ജയിക്കാൻ ഹരി ഹെൽപ്പ് ചെയ്തു ഹരിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ശരിക്കും ഈ അറ്റംപ്റ്റിൽ തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്ത സ്ട്രാറ്റജി കിരൺ സാറ് ഇൻട്രൊഡ്യൂസ് ഒരു മെത്തേഡാണ് ആ റിവേഴ്സ് ലേണിംഗ് എന്ന് പറയുന്നത്. സാധാരണ എല്ലാവരും ടോപ്പിക് പഠിക്കും, കോൺസെപ്റ്റ് പഠിക്കും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കിരൺ സാർ ഇവിടെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രം ദ ബാക്ക്വേർഡ്. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തിരിച്ച് ടോപ്പിക്കിലേക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുക, ആ ക്വസ്റ്റ്യൻസിനകത്ത് എന്തെല്ലാം കോൺസെപ്റ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്, അതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് ഇറങ്ങി ചെന്ന് പഠിക്കുക. ദെൻ അഗെയിൻ ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു വരിക. ആ ഒരു പാറ്റേൺ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പേപ്പർ 1-നും 2-നും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോട്ട്സ് എഴുതണം എന്നൊക്കെ പറയും, നോട്ട്സ് ഒക്കെ എഴുതാൻ പറയും. പക്ഷെ അത് കുറച്ച് പേർക്ക് മടിയാണ്. അപ്പൊ നോട്ട്സ് ഒക്കെ നല്ലപോലെ ഒരു നോട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് ഹരിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും, കാരണം അവിടുത്തെ ഹൈലൈറ്റ് എടുത്ത നോട്ട്സ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടുത്തെ എല്ലാം നോട്ട്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഒരു ടോപ്പിക്കായി ബന്ധപ്പെട്ട ഒരു UGC നെറ്റ് JRF ആസ്പിറന്റിന് ആവശ്യമായ എൻറ്റയർ കാര്യങ്ങളും ഇവിടുത്തെ നോട്ട്സിന്റെ പറ്റി നമുക്ക് ലഭ്യമാണ്. അപ്പൊ ആ നോട്ട്സ് പഠിച്ചാൽ തന്നെ നമുക്ക് ആ കോൺസെപ്റ്റുമായിട്ട് തീർച്ചയായിട്ടും ഫെമിലിയർ ആകാൻ പറ്റും, വളരെ ഡീപ്പായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതൊരു ഫ്യൂച്ചർ റെഫറൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഞാനിപ്പോൾ എടുത്ത് ചോദിക്കാൻ കാരണം, ഇപ്പം നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ പല യൂണിവേഴ്സിറ്റീസിൽ പഠിച്ച് പലതരത്തിലുള്ള ലേണിംഗ് മെത്തേഡ്സ് കൂടെ വന്നവരാണ്. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ അവരെ ഒരു കോമൺ ആയിട്ട് ഒരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യിക്കുമ്പോൾ ആപ്പിൾ ബിക്ക് ഒരു മെത്തേഡ് ഉണ്ട്. എസ്പെഷ്യലി കിരൺ സാറ് കുറേ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു മെത്തേഡുണ്ട്. അപ്പോൾ ആ മെത്തേഡിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന നോട്ട്സും ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ. കാര്യം അതൊരു പ്രൂവൻ തിങ് ആണ്. നമ്മളത് അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ ഈ പ്രോസസ്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാര്യം നോട്ട്സ് നന്നായിട്ട് എഴുതുക, എക്സാം അറ്റൻഡ് ചെയ്യുക, പ്രീവിയസ് ഇയർ ഒരുപാട് വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ബുദ്ധിമുട്ടിലേക്ക് എത്താൻ പലർക്കും പാടാണ്. അങ്ങോട്ട് ആ ഒരു പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ കുറച്ച് മടിയാണ്. പക്ഷെ ഹരി പറയുന്നത് പോലെ നമുക്ക് പറയാനുള്ള അതാണ്, ഇത് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. കാര്യം നമ്മൾ നാഷണൽ ലെവലിൽ 6% ജയിക്കുന്നത്. ആ 6%-നകത്താകാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ബുദ്ധിമുട്ട് എടുത്ത് ആ ഒരു പ്രോസസ്സിൽ കൂടെ പോയാൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഹരി നെറ്റ് ക്വാളിഫൈഡ് ആണ്. ഇപ്പം ഹരി ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ്. ആ ഗ്യാപ്പിന് ശേഷം നമ്മുടെ അടുത്തേക്ക് റീജോയിൻ ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. ഹരിയുടെ JRF ജേർണി ഇവിടുന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത എക്സാം കഴിയുമ്പോൾ ഹരി ഇവിടെ ഉണ്ടാവും. JRF കിട്ടും, നമ്മളോട് ഹാപ്പിനെസ് ഷെയർ ചെയ്യും. നമ്മളും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഹരിയോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ്, ഇപ്പം നെറ്റ് കിട്ടി, ഓക്കെ, ഹരിക്ക് ഉറപ്പായിട്ടും, ഹരി എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളാണ്. ഹരി എല്ലാ ഓപ്പർച്യൂണിറ്റീസും ശ്രദ്ധിക്കുന്ന, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഹരിക്ക് ഉറപ്പായിട്ടും JRF അല്ലാതെ മറ്റ് പല ഓപ്ഷൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഹരി അതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് JRFിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് ആ മോട്ടിവേഷൻ? അല്ലെങ്കിൽ ഇതുപോലെ നെറ്റ് കിട്ടിയിട്ട് ഈ ഫീൽഡ് വിടുന്ന, JRFിലേക്ക് പോകാത്ത, അതല്ലെങ്കിൽ നെറ്റ് 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഇത് വേണ്ട എന്ന് വെക്കുന്ന കുറേ പേര് നമ്മളെ കേൾക്കുന്നുണ്ട്. അവരോട് ഹരിയുടെ പേഴ്സണൽ ഒരു മെസ്സേജ് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സ് തന്നെയാണ്. ഒരിക്കലും ഒരു നെറ്റ് കിട്ടി അല്ലെങ്കിൽ JRF കിട്ടി അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ല.
ഒരു ടീച്ചർ ഷുഡ് ബി എ ലൈഫ് ലോങ് ലേണർ ഓൾസോ. ബേസിക്കലി നമ്മൾ ലൈഫ് ലോങ് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഒരു ഫ്യൂച്ചർ എഡ്യൂക്കേറ്റർ ആകുമ്പോൾ നമുക്ക് ആ കുട്ടികളുടെ അടുത്ത് നമുക്ക് ആ രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ എൻ്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പഠിച്ചൊരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്, അധികസ്യ അധികം ഫലം. നമ്മൾ അധികം എഫേർട്ട് ഇട്ടാൽ നമുക്ക് ഡെഫിനറ്റ്ലി ആ അധികം റിസൾട്ട് നമുക്ക് റീപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം നിസ്സാരമായ എഫേർട്സ് പോരാ, കാരണം അധികമായിട്ടുള്ള ഒരു മോർ എഫേർട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള മോർ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പൊ നോട്ട് മേക്കിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ നോട്ട് എഴുതി അതങ്ങ് അടച്ചു വെക്കുക അല്ലാതെ നമ്മൾ കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റ് ചെയ്യുക. ഓരോ ചെറിയ പിൻബ്രിക്സ് ആണെങ്കിൽ പോലും നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക, അത് കണ്ടിന്യൂസ്ലി പഠിക്കുക, റിവൈസ് ചെയ്യുക. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്താൽ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ അധികം എഫേർട്ട് ഇട്ടാൽ നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പം ഹരി നമ്മളോട് ഹരിയുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. അപ്പം കേട്ടെന്ന് മനസ്സിലായില്ല, ഹരി നല്ലൊരു എഡ്യൂക്കേറ്റർ ആയിരിക്കും. ഹരി നല്ലൊരു എഡ്യൂക്കേറ്റർ ഒരിക്കലും അവരുടെ പഠിക്കാനുള്ള ആഗ്രഹം അവസാനിപ്പിക്കാൻ പാടില്ല. കാര്യം നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾക്ക് നമ്മൾ നോളജ് കൊടുത്തോണ്ടേ ഇരിക്കണം. നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകണം അല്ലേ. കാര്യം നമ്മൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു പുതിയ ജനറേഷനാണ്. അവർക്ക് വിഷൻ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ എന്താ പറയുന്നത്, ഡെഡിക്കേഷൻ വേണ്ട ഒരു ജോലിയും കൂടെയാണ്. അപ്പം ഒത്തിരി സന്തോഷം ഹരിയോട് സംസാരിച്ചതിൽ, ഹരി വന്നതിനും ഹാപ്പിനെസ് ഷെയർ ചെയ്തതിനും ഒക്കെ ഒത്തിരി നമുക്ക് ടീം ആപ്പിൾ ബിയുടെ പേരിൽ ഒത്തിരി സന്തോഷം. ഹരി തിരിച്ചു വരണം, നമുക്ക് പഠിക്കണം. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.